ഈ ഫോട്ടോയിൽ കാണുന്നവർ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതിൽ ഒരാൾ മാത്രമേ തമിഴ്നാട് സ്വദേശിനിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരാണ്. ഈ ഫോട്ടോയിൽ വരാത്ത ഒരുപാട് ആളുകൾ വേറെയുമുണ്ട്. ഇവരൊക്കെ എത്ര കാലം സന്തോഷത്തോടു കൂടി ജീവിച്ചിട്ടുണ്ടാകും? ജീവിത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അല്പമെങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന പ്രായത്തിനു മുമ്പേ സ്വന്തം ജീവൻ എടുത്തവരാണിവർ. അങ്ങനെ ജീവൻ എടുക്കണമെങ്കിൽ എത്രയേറെ പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടാകും. എന്തെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾക്കിരയായിട്ടുണ്ടാകും ഇവർ. പല കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾ പോലും ഇവരെ മനസ്സിലാക്കിയിരുന്നില്ല എന്നതാണ് സത്യം. അവർ പലരോടും മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ പലരും ആശ്വസിപ്പിച്ചു, മോളെ, കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വരും, അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് വീണ്ടും അവരെ ആ ഒരു ജീവിതത്തിലേക്ക് തള്ളിവിട്ടവരല്ലേ യഥാർത്ഥത്തിൽ കുറ്റക്കാർ. എന്തോ അല്ലെങ്കിൽ വലിയ ആർഭാടത്തോടു കൂടി നടന്ന ഈ ഒരു കല്യാണം ഒടുവിൽ ഇങ്ങനെ അവസാനിക്കുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ നോക്കും? അവരുടെ മുമ്പിൽ എന്ത് സമാധാനം പറയേണ്ടി വരുമെന്ന് വിചാരിച്ച് സ്വന്തം മകളെ വീണ്ടും ആ ജീവിതത്തിലേക്ക് തള്ളിവിട്ടവർ തന്നെയല്ലേ യഥാർത്ഥത്തിൽ കുറ്റക്കാർ. അങ്ങനെ ജീവിതത്തിൽ സഹനവും ക്ഷമയും ഒക്കെ നമുക്ക് വേണം. പക്ഷെ അതിര് വിടുമ്പോൾ നമുക്ക് ആ ഒരു ബന്ധം വേർപെടുത്തി വേറെ നല്ലൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ? അതല്ലെങ്കിൽ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇവരെ ആ ഒരു ജീവിതത്തിലേക്ക് തള്ളിവിട്ട നിങ്ങൾ തന്നെയല്ലേ യഥാർത്ഥത്തിൽ കുറ്റക്കാർ. ഇങ്ങനെയുള്ള ആത്മഹത്യാ വാർത്തകളാണ് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലെ വാർത്തകളൊക്കെ ഒന്ന് പരതി നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാകും ഒരു ആത്മഹത്യയുടെ വാർത്ത. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മളിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. ചെറിയൊരു പ്രയാസം വരുമ്പോൾ, ചെറിയൊരു വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ ഒരു തുണ്ട് കയറിൽ ജീവൻ ഒടുക്കാമെന്നൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. സമാനമായൊരു സംഭവം പണ്ട് യൂറോപ്പിൽ നടന്നിട്ടുണ്ട്. 1700-ൽ ജീവിച്ച വെർദർ എന്നൊരു ചെറുപ്പക്കാരന് ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുകയാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അയാൾക്ക് അവളെ വിവാഹം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിന്റെ വിഷമത്തിൽ വെർദർ പിസ്റ്റൾ ഉപയോഗിച്ച് തന്റെ സ്വന്തം ജീവൻ എടുക്കുകയും ചെയ്തു. അതിനുശേഷം 1774-ൽ വെർദറിന്റെ ജീവിതകഥ ആസ്പദമാക്കി ഒരു നോവൽ പുറത്തിറങ്ങി. ഈ പുസ്തകം പുറത്തിറങ്ങിയ ശേഷം യൂറോപ്പിൽ ആത്മഹത്യകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി. ചിലർ മരിക്കുന്ന സമയത്ത് വെർദറിന് സമാനമായി വസ്ത്രം ധരിച്ചിരുന്നു. ചിലർ അദ്ദേഹം ചെയ്തതുപോലെ പിസ്റ്റൾ ഉപയോഗിച്ചു. മറ്റു ചിലർ മരണസമയത്ത് ഈ ഒരു പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത്. അങ്ങനെ നിരവധി പേരുടെ ആത്മഹത്യക്ക് കാരണമായി ഈ പുസ്തകം എന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ പുസ്തകം തന്നെ നിരോധിച്ചു. ഇതുപോലെ തന്നെയാണ് വാർത്താ മാധ്യമങ്ങളിലെ ആത്മഹത്യാ റിപ്പോർട്ടുകൾ. ഇതിനെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തുന്നത് ഫിലിപ്സ് എന്നയാളാണ്. ഇത്തരം അവസ്ഥയെ അദ്ദേഹം വിളിച്ചത് വെർദർ എഫക്റ്റ് എന്നാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള നെഗറ്റീവ് വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ജീവൻ ഒടുക്കിയവരൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊരു തോന്നൽ വരികയും നാമും ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്താനേറെ സാധ്യതകളുണ്ട്.